വീണ്ടും വാർത്തകളിലേക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിക്കുന്ന മതിലകം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കൃഷിയുടെ ആസൂത്രണ അധിഷ്ഠിത വികസന സമീപന പദ്ധതി പ്രകാരം രൂപീകൃതമായതാണ് മതിലകം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. കാർഷിക മേഖലയിൽ ഉൽപാദനവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വിപണി ഒരുക്കുന്നതിനുള്ള കൂട്ടായ്മയുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഫാം പ്ലാൻ ബേസ് ചെയ്തിട്ട് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരം 100 FPOകൾ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മതിലകം അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതെന്നാണ് നമുക്ക് അവിടെ നിന്ന് നമ്മളെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് കർഷകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് കൃത്യമായിട്ടുള്ള ഉൽപ്പാദനോപാധികൾ അല്ലെങ്കിൽ വിത്തുകൾ, അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ഒന്നും എല്ലാ കാലത്തും കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ടാണ് കർഷകർ ഇത് അവതരിപ്പിക്കാറുള്ളത്. എല്ലാ ഗ്രാമസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ ഈ വിഷയങ്ങൾ എല്ലാ കർഷക സുഹൃത്തുക്കളും നമ്മളോട് സംവദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണമാണ് നമ്മുടെ ഈ കമ്പനിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. നാളെ രാവിലെ 10:30 പെരിഞ്ഞനത്ത് നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം ലോഗോ പ്രകാശനവും ലഘുലേഖ പ്രകാശനവും ഷെയർ മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കമ്പനി ചെയർമാൻ VS ജിനേഷ്, ആസാദ്, അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സംയുക്ത ഓത്ത് ടേക്കിംഗ് സെറമണി നടക്കുന്നത് വിജയകരമാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ADGPയും പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഗോപേഷ് അഗർവാൾ IPS മുഖ്യാതിഥിയായി. പൊതുജന സേവനത്തിനുടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന മുഖ്യ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. മറ്റു ജോലികളിൽ നിന്നും വിഭിന്നമാണ് പോലീസ് ജോലി. പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനവും സംരക്ഷണം നൽകുക എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനമായ ചുമതല. ക്രമസമാധാന പാലനത്തിനായി ഏറെ അധികാരങ്ങളും അതോടൊപ്പം തന്നെ ചുമതലകളുമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ എന്ന നിലയിൽ നിങ്ങൾക്ക് അർപ്പിതമായിട്ടുള്ളത്. കുറ്റവാളികളോട് കർക്കശ നിലപാട് സ്വീകരിക്കുവാനും സഹായം തേടി നിങ്ങളെ സമീപിക്കുന്നവരോട്, പ്രത്യേകിച്ചു സ്ത്രീകളോടും കുട്ടികളോടും സഹാനുഭൂതിയോടെ പെരുമാറുവാനും നിങ്ങൾ വരും തയ്യാറാണ്. 30ാമത് E ബാച്ച് സബ് ഇൻസ്പെക്ടർ കേഡറ്റ്, 18ാമത് E ബാച്ച് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, 2ാം ബാച്ച് റിപ്പോർട്ടേഴ്സ് ഗ്രേഡ് 2 മലയാളം ഹെഡ് കോൺസ്റ്റബിൾ എന്നിവരുടെ പാസിംഗ് ഔട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങുമാണ് നടന്നത്. സബ് ഇൻസ്പെക്ടർ കേഡറ്റ് V ബിജു പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഭരണവിഭാഗം ഐശ്വര്യ പ്രശാന്ത് ഡോങ്റെ IPS, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് KE ബൈജു IPS, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസും ഔട്ട്ഡോർ ഇൻചാർജുമായ PA മുഹമ്മദ് ആരിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ S നജീബ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് നയിച്ച KAP 2ാം ബറ്റാലിയൻ പൈപ്പ് ബാൻഡ് സംഘമാണ് ബാൻഡ് ഒരുക്കിയത്. ദുർബല ജനവിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം TK വാസു. സന്തോഷകരമായ ഈ കാര്യമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് കൂടുതൽ ഉത്തരവാദിത്വ ബോധം കൂടി ഇത്തരം സ്വീകരണങ്ങൾ നൽകുന്നുണ്ട് എന്ന് തുറന്നു പറയാതിരിക്കാനാവില്ല. ഇത് ആഘോഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ല, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതാണ് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിയമസഭയിലെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ
രൂപീകരിക്കുന്നു. കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ ശേഷം കുന്നംകുളം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതാണ്. പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗങ്ങൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. കമ്മീഷൻ സിറ്റിംഗും അദാലത്തുകളും നടത്തി പരാതികൾ പരിഹരിക്കുമെന്ന് വാസു സൂചിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കമ്മീഷൻ ഇടപെടും. സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥതല നിർവഹണത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ടെന്ന് ടി.കെ. വാസു ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ ഫണ്ട് വിനിയോഗം വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും വാസു സൂചിപ്പിച്ചു. ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാധ്യമങ്ങളുടെ നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും അഭിപ്രായങ്ങളും തേടുമെന്ന് ടി.കെ. വാസു പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിൽ അർഹമായ പരിഗണനയും നടപടികളും ഉണ്ടായില്ലെങ്കിൽ കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്നും വാസു മുന്നറിയിപ്പ് നൽകി. മീറ്റ് ദി പ്രസിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും സുമേഷ് നന്ദിയും പറഞ്ഞു. നിർവാഹക സമിതി അംഗം റഫീഖ് കടവല്ലൂർ, മുൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുധീഷ് മേക്കാട്ടിൽ, ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കും കുന്നംകുളം പ്രസ് ക്ലബ്ബ് നൽകി വരുന്ന പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 11,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മലയാള പ്രഭാത ദിനപത്രത്തിലും പ്രാദേശിക ചാനലിലും പ്രസിദ്ധീകരിച്ച വാർത്ത, ഫീച്ചർ, പരമ്പര എന്നിങ്ങനെയുള്ള ജനറൽ റിപ്പോർട്ടുകളാണ് അവാർഡിന് പരിഗണിക്കുക. അവാർഡിന് വായനക്കാർക്കും എൻട്രികൾ നിർദ്ദേശിക്കാം. മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ സൃഷ്ടികൾ 2024 ഫെബ്രുവരി 10 മുൻപ് സെക്രട്ടറി, പ്രസ് ക്ലബ്ബ്, സി ഷേപ്പ് ബിൽഡിംഗ്, കുന്നംകുളം 680503 തൃശൂർ ജില്ല എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ലേഖകന്റെ പൂർണ്ണ വിവരങ്ങളും വാർത്തയുടെ 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ചാനലിൽ വന്ന വാർത്തയുടെ CD-യും കൂടി സമർപ്പിക്കണം. കവറിന് പുറത്ത് കുന്നംകുളം പ്രസ് ക്ലബ്ബ് അവാർഡ് 2023 എന്ന് എഴുതിയിരിക്കണം. പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CF ബെന്നി, സെക്രട്ടറി അജ്മൽ ചമന്നൂർ, ട്രഷറർ സുമേഷ് P. വിൽസൺ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 9846530017 അല്ലെങ്കിൽ 9656349219 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ 64-കാരനെ മരമുട്ടികൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേരെ കൂടി തൃശൂർ കൊരട്ടി പോലീസ് പിടികൂടി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.